ടോൾ, സ്ട്രോങ്, ഷാർപ്പ്. ഈ മൂന്ന് വാക്കുകൾ പതിറ്റാണ്ടുകളായി ഓരോ ഇന്ത്യൻ അമ്മയുടെ നാവിലും ഓരോ കുഞ്ഞിന്റെയും സ്വപ്നത്തിലും മുഴങ്ങിക്കേട്ട ഒരു മന്ത്രമാണ്. പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോഴും കളിക്കാൻ മുറ്റത്തിറങ്ങുമ്പോഴും നമ്മെ അനുഗമിച്ച ആ മധുരമുള്ള ബാർലിപ്പൊടി വെറുമൊരു പാനീയമായിരുന്നില്ല, അതൊരു തലമുറയുടെ വിശ്വാസമാണ്. എന്നാൽ ഇന്ന് നമ്മൾ രുചിക്കുന്ന ഈ ഹോർലിക്സിന്റെ ജന്മത്തിന് പിന്നിൽ കൊടും പട്ടിണിയും മഞ്ഞുമലകൾക്കിടയിലെ മരണാമുഖവും നിറഞ്ഞ ഒരു അതിസാഹസികമായ ഇതിഹാസമുണ്ട്. ഒരു തോൽവിയിൽ നിന്ന് ലോകം കീഴടക്കിയ ആ വിസ്മയ കഥ ഇനി പറയാം. 1873 അമേരിക്കയിലെ ചിക്കാഗോയിലെ ഒരു ചെറിയ പരീക്ഷണശാലയിലാണ് ഈ വിപ്ലവം പിറക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ഭാഗ്യം തേടി അമേരിക്കയിലെത്തിയ ജെയിംസ് ഹോർലിക്, വില്യം ഹോർലിക് എന്നീ സഹോദരന്മാർ കണ്ട സ്വപ്നം ലളിതമായിരുന്നു. പക്ഷെ അവർ ആദ്യം തുടങ്ങിയ ബിസിനസ്സുകൾ തകർന്നു വീണു, പണം നഷ്ടപ്പെട്ടു. പക്ഷെ ആശയത്തിൽ അവർ ഉറച്ചു നിന്നു. അക്കാലത്ത് പാലിന് ക്ഷാമമായിരുന്നു. കിട്ടുന്ന പാലാകട്ടെ രോഗാണുക്കൾ നിറഞ്ഞതും പെട്ടെന്ന് കേടാകുന്നതും. കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടാതെ മരിച്ചു വീഴുന്നത് കണ്ട ഹോർലിക് സഹോദരന്മാർ ഒരു വാശിയിലായി. ഒരിക്കലും കേടാകാത്ത ഒരു ആഹാരം കണ്ടുപിടിക്കണം. നാടകീയമായ ആ നിമിഷം പിറന്നത് അവരുടെ പരീക്ഷണങ്ങൾക്കിടയിലാണ്. ഗോതമ്പും ബാർലിയും മുളപ്പിച്ച് അതിൽ നിന്ന് സത്ത് വേർതിരിച്ച് പാലിനൊപ്പം ചേർത്ത് അവർ ഒരു പൊടിയുണ്ടാക്കി. ആ മാൾട്ടഡ് മിൽക്ക് പൊടിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, അതൊരിക്കലും കേടാകില്ല. പക്ഷെ ഇതൊരു ഹെൽത്ത് ഡ്രിങ്കായി വിപണിയിലെത്തിയപ്പോൾ അതാരും തിരിഞ്ഞു നോക്കിയില്ല. പണം തീർന്നു, കടം പെരുകി, ഹോർലിക്സ് ഒരു പരാജയമായി മുദ്ര കുത്തപ്പെട്ടു. പക്ഷെ ആ കഥ മാറുന്നത് ആർട്ടിക് പ്രദേശം കീഴടക്കാൻ പോയ സാഹസികരുടെ കയ്യിൽ ഈ പൊടി എത്തിയപ്പോഴാണ്. കൊടും തണുപ്പിൽ ഭക്ഷണം കിട്ടാതെ മരണം കാത്തുനിന്ന പര്യവേക്ഷകർക്ക് ഹോർലിക്സ് ഒരു അമൃതായി മാറി. ഹിമപാളികൾക്കിടയിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ അവർക്ക് കരുത്തു നൽകിയത് ഈ മാന്ത്രിക പൊടിയാണ്. താമസിയാതെ ലോകമ്മ വാർത്ത കേട്ടു. മരണത്തിന്റെ മുഖത്തു നിന്നും മനുഷ്യനെ രക്ഷിച്ച പാനീയം. അതോടെ ഹോർലിക്സിന്റെ വിധി മാറി. കപ്പലുകളിൽ ദീർഘയാത്ര ചെയ്യുന്നവർക്കും 1-ാം ലോക മഹായുദ്ധത്തിലെ ട്രെഞ്ചുകളിൽ ചോരയൊലിപ്പിച്ചു കിടന്ന സൈനികർക്കും ഹോർലിക്സ് ഒരേ സമയം ഭക്ഷണവും മരുന്നുമായി. യുദ്ധം ജയിച്ചു മടങ്ങുന്ന സൈനികരുടെ ബാഗുകളിൽ നിന്നാണ് ഹോർലിക്സ് ലോകമെമ്പാടുമുള്ള വീടുകളിലേക്ക് പ്രവേശിച്ചത്. ഇന്ത്യയിലേക്ക് ഈ സ്വർണ്ണവർണ്ണമുള്ള പൊടി എത്തിയത് ബ്രിട്ടീഷ് സൈനികരിലൂടെയാണ്. ആദ്യം ഇതൊരു ആഡംബര വസ്തുവായി. എന്നാൽ 1960കളിൽ അവർ നടത്തിയ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഇന്ത്യയിലെ വിപണിയെ മാറ്റിമറിച്ചു. കുട്ടികളുടെ ഉയരവും ബുദ്ധിയും എന്ന വൈകാരികമായ സന്ദേശം ഇന്ത്യൻ അമ്മമാരുടെ ഉള്ളു തൊട്ടു. ഹോർലിക്സ് കുടിക്കാത്ത കുട്ടി പിന്നിലാക്കുമെന്നൊരു ഭയം വിപണിയിൽ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. ചില്ലുകുപ്പികളിൽ വിരിഞ്ഞ ആ പ്രീമിയം ലുക്ക് ഇന്ന് ആധുനികമായ റീഫിൽ പാക്കറ്റുകളിലേക്ക് വഴിമാറി. വിജയങ്ങളുടെ ഈ കുതിപ്പിനിടയിലും വിവാദങ്ങളുടെ കരുനിഴലുകൾ ഹോർലിക്സിനെ വേട്ടയാടി. ഉയരവും ബുദ്ധിയും ശരിക്കും കൂടുമോ എന്ന ശാസ്ത്രീയമായ ചോദ്യങ്ങൾ ഉയർന്നു. പഞ്ചസാരയുടെ അമിതമായ അളവിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നതോടെ ബ്രാൻഡ് കടുത്ത പ്രതിരോധത്തിലായി. ഓരോ പ്രതിസന്ധിയും അവർ പുത്തൻ രൂപത്തിലൂടെയാണ് മറികടന്നത്. പണ്ട് ചില്ലുകുപ്പികളിൽ വന്നിരുന്ന ഹോർലിക്സ് ഇന്ന് പരിസ്ഥിതി സൗഹൃദമായ റീഫിൽ പാക്കറ്റുകളിലും സ്ലിം ജാറുകളിലും എത്തി നിൽക്കുന്നു. പാരമ്പര്യമായി ഉപയോഗിച്ചിരുന്ന ആ മഞ്ഞ നിറത്തിലുള്ള ലേബൽ ഇന്ന് ആധുനികമായ ഡിസൈനുകളിലേക്ക് പരിണമിച്ചു. ഇന്ന് 2026-ൽ ഹോർലിക്സ് ഒരു പുതിയ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. ബ്രിട്ടീഷ് കമ്പനിയായ GSK തങ്ങളുടെ ആ സ്വർണ്ണഖനി വൻ തുകയ്ക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് വിറ്റു. കോംപ്ലാനും ബോൺവിറ്റയും കടുത്ത മത്സരം ഉയർത്തുമ്പോഴും ഇന്ത്യയിലെ ഹെൽത്ത് ഡ്രിങ്ക് വിപണിയുടെ പകുതിയോളം ഇന്നും ഹോർലിക്സിന്റെ വിരൽ തുമ്പിലാണ്. ഓട്സായും ബിസ്ക്കറ്റായും വനിതകൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള പ്രത്യേക വകഭേദങ്ങളായും അത് വേഷപ്പകർച്ച നടത്തുന്നുണ്ട്. ഒരു പരാജയപ്പെട്ട ബിസിനസ്സുകാരന്റെ വാശിയിൽ നിന്ന് തുടങ്ങി ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കപ്പിലെ മധുരമായി ഹോർലിക്സ് തുടരുന്നത് അതിലെ ബാർലിയുടെ ഗുണം കൊണ്ട് മാത്രമല്ല, മറിച്ച് തലമുറകൾ പകർന്നു നൽകിയ ആ വിശ്വാസത്തിന്റെ സുഗന്ധം കൊണ്ടുകൂടിയാണ്.